നമസ്കാരം. മീഡിയ 4 വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ സന്ധ്യ രാധാകൃഷ്ണൻ. ആദ്യം പ്രധാന വാർത്തകളിലേക്ക്. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ലക്ഷ്മി ഗോൾഡ്, ഉങ്ങിച്ചോട്, ചെറുശ്ശേരി. ഫോൺ 9539080053. പിതൃപുണ്യം തേടി ഉറ്റവർ. കർക്കിടക വാവു ബലിക്കായി ക്ഷേത്രങ്ങളിൽ വിപുലമായ ഒരുക്കങ്ങൾ. കമാൻഡോ മുഖം തകർന്ന സ്ഥലത്ത് നാട്ടിക MLA CC മുകുന്ദനും തൃശൂർ ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യനും സംഘവും സന്ദർശിച്ചു. എരവക്കാട് ഓടൻചിറ റെഗുലേറ്ററിൽ കുടുങ്ങിയ പെൺമയിലിന് ഒരു കൂട്ടം ചെറുപ്പക്കാരുടെ ശ്രമം കൊണ്ട് പുതുജീവൻ. ചേർപ്പ് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ ദുരിതാശ്വാസ ക്യാമ്പിൽ നാട്ടിക MLA CC മുകുന്ദൻ സന്ദർശിച്ച് ക്യാമ്പിലേക്ക് ആവശ്യമുള്ള സാധനങ്ങൾ എത്തിച്ചു നൽകി. വാർത്തകൾ വിശദമായി. പിതൃമോക്ഷം തേടി കർക്കിടക വാവു ബലിക്കായി ആറാട്ടുപുഴ മന്ദാരം കടവിൽ എത്തിയത് ആയിരങ്ങൾ. കർക്കിടക മാസത്തിലെ കറുത്തവാവു ദിനത്തിലാണ് കർക്കിടകവാവു ബലി ആചരിക്കുന്നത്. ഈ ദിവസം ബലിയിട്ടാൽ പിതൃക്കൾക്ക് ആത്മശാന്തി ലഭിക്കുമെന്നാണ് വിശ്വാസം. മരിച്ചുപോയ പിതൃക്കൾക്ക് വേണ്ടി ജീവിച്ചിരിക്കുന്ന മക്കളോ ബന്ധുമിത്രാദികളോ ചെയ്യുന്ന കർമ്മമാണ് ബലിയിടൽ. പിതൃക്കൾക്ക് പ്രാധാന്യമുള്ള ദക്ഷിണായനത്തിലെ ആദ്യത്തെ അമാവാസിയാണ് കർക്കിടകത്തിലേത്. അതുകൊണ്ട് കർക്കിടകവാവു ബലി പ്രാധാന്യമുള്ളതായി കരുതുന്നത്. 33 കോടി ദേവീദേവന്മാർ ആറാടുന്ന ആറാട്ടുപുഴ മന്ദാരംകടവിലെ ഈ വർഷത്തെ കർക്കിടകവാവു ബലിയും പിതൃതർപ്പണവും ഭക്തി നിർഭരമായി നടന്നു. ശനിയാഴ്ച പുലർച്ചെ 12:30 മുതൽ കാലത്ത് 10 വരെ ബലിതർപ്പണം നടക്കുന്നത്. ബലിതർപ്പണം ചെയ്യുന്നതിനുള്ള സാധന സാമഗ്രികളും കർമ്മികളും കടവിൽ ലഭ്യമായിരുന്നു. തിലഹോമം, കുവളപ്പറ, എള്ളുതിരി, പുഷ്പാഞ്ജലി എന്നിവ നടക്കുന്നതിനുള്ള സൗകര്യവും കടവിൽ ഒരുക്കിയിരുന്നു. ബലിതർപ്പണത്തിന് നടത്തുന്ന എല്ലാവർക്കും കടവിൽ ലഘുഭക്ഷണവും ഒരുക്കിയിരുന്നു. മാപ്രാണം സുരേഷ് ശാന്തിയും സന്തോഷ് ഇളയതുകുറ്റൂരും കർമ്മങ്ങൾക്ക് നേതൃത്വം നൽകി. കരുവന്നൂർ പുഴ നിറഞ്ഞു കവിഞ്ഞ് മന്ദാരംകടവ് മുങ്ങിയിരുന്നതിനാൽ ബണ്ട് റോഡിലാണ് ബലിതർപ്പണത്തിനുള്ള സൗകര്യം ഒരുക്കിയിരുന്നത്. പുഴയിൽ വെള്ളമുയർന്നതിനാൽ തന്നെ ഇരിങ്ങാലക്കുട ഫയർഫോഴ്സിന്റെ പ്രത്യേക സംഘവും കടവിൽ മുഴുവൻ സമയവും നിർദ്ദേശങ്ങളുമായി ഉണ്ടായിരുന്നു. പോലീസും സുരക്ഷയൊരുക്കിയ സ്ഥലത്തുണ്ടായിരുന്നു. വെള്ളമുയർന്നതിനാൽ തന്നെ മുൻ വർഷങ്ങളെ അപേക്ഷിച്ച് ഈ തവണ തിരക്ക് കുറവായിരുന്നു. കനത്ത മഴയിൽ കമാൻഡോ മുഖം തകർന്ന സ്ഥലത്ത് നാട്ടിക MLA CC മുകുന്ദനും ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യനും സംഘവും സന്ദർശിച്ചു. ശനിയാഴ്ച ഉച്ചതിരിഞ്ഞ് കമാൻഡോ മുഖം സന്ദർശിക്കാൻ ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ എത്തിയപ്പോഴാണ് നാട് തങ്ങളുടെ സങ്കടങ്ങൾ അവതരിപ്പിച്ചത്. CC മുകുന്ദൻ MLA, ചേർപ്പ് പഞ്ചായത്ത് പ്രസിഡന്റ് സുജീഷ കള്ളിയൻ, ചാടൂർ പഞ്ചായത്ത് പ്രസിഡന്റ് KS മോഹൻദാസ് തുടങ്ങി ജനപ്രതിനിധികളും നാട്ടുകാരും ജില്ലാ കളക്ടറെ അതാത് പ്രദേശത്തെ നിലവിലെ പ്രശ്നങ്ങൾ ധരിപ്പിച്ചു. അടിയന്തരമായി താൽക്കാലിക തടയണ നിർമ്മിക്കണമെന്നും ശേഷം പുഴയിലേക്ക് വെള്ളം തിരിച്ചൊഴുകാൻ താൽക്കാലിക തടയണ പൊളിച്ചു നീക്കി സ്ഥിരം സംവിധാനം നിർമ്മിക്കണമെന്നും ആവശ്യപ്പെട്ടു. ഇതേക്കുറിച്ച് കൂടുതൽ അന്വേഷണം നടത്തി വേണ്ട നടപടികൾ എടുക്കുമെന്ന് കളക്ടർ അറിയിച്ചു. ജില്ലാ കളക്ടറും ജനപ്രതിനിധികളും സ്ഥലത്തെത്തിയിട്ടും ഇറിഗേഷൻ എഞ്ചിനീയർമാർ തിരിഞ്ഞു നോക്കിയില്ലെന്നും ഉദ്യോഗസ്ഥർക്കെതിരെ കടുത്ത നടപടി സ്വീകരിക്കണമെന്നും MLA പറഞ്ഞു. വടക്കോട്ട് ഏനാമ ബണ്ട് വരെ പോകുന്ന വെള്ളം
കളയുന്നതിന് ആവശ്യമായ നടപടി സ്വീകരിക്കണം. അപ്പോൾ അതിൻ്റെ അകത്ത് ഒരുപാട് പാടശേഖരങ്ങളുണ്ട്. അപ്പോൾ പാടശേഖരങ്ങളൊക്കെ മുഴുവൻ കെട്ടിയിട്ട് നിർത്തിയിരിക്കുകയാണ്. അതൊക്കെ ഇന്നും 2 ദിവസമായിട്ട് തുറന്ന് കളയുന്നതിന് ആവശ്യമായ നടപടി സ്വീകരിച്ചിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ ശാശ്വതമായ പരിഹാരം വരുന്ന മഴ ഉണ്ടാകുന്ന വെള്ളവും അതുപോലെ തന്നെ ഡാമുകളിൽ നിന്ന് വരുന്ന വെള്ളവും കളയുന്നതിന് ആവശ്യമായ നടപടി നമ്മുടെ ചാലിൽ കൂടി ഉണ്ടാക്കണം. അതിനൊരു ശാശ്വതമായ പരിഹാരം കണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് ഈ പ്രശ്നം പരിഹരിക്കാൻ കഴിയുള്ളൂ. അതിന് കളക്ടറെ എല്ലാവരും കൂടി വിളിച്ചുകൂട്ടി ജനപ്രതിനിധികളെ വിളിച്ചുകൂട്ടി പ്രശ്നം പരിഹരിക്കാമെന്ന നിർദ്ദേശം ഉറപ്പും കൂടി തന്നിട്ടുണ്ട്. ഇതൊരാളെ മാത്രം പ്രശ്നമല്ല, ഇവിടെ മഹാപുരുഷം ജനങ്ങളുടെ പ്രശ്നമാണ്. ആ പ്രശ്നത്തിന് പരിഹാരം കണ്ടെത്താൻ അടിയന്തരമായി നടപടിയെടുക്കാൻ കളക്ടറോട് പറഞ്ഞിരുന്നു. അപ്പോൾ അതിനൊരു റിക്വസ്റ്റ് കത്തിൽ എഴുതി കൊടുക്കാൻ പറഞ്ഞു കളക്ടർ. അപ്പോൾ ഞാൻ നമ്മുടെ ലെറ്റർ പാഡിൽ തയ്യാറാക്കി ഇന്നതൊക്കെ ഈ ഭാഗത്ത് ചെയ്ത് ക്ലിയറായിട്ട് ചെയ്യണം എന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട്. പിന്നെ പലവരും വാഗ്ദാനങ്ങൾ നൽകുക. നമുക്ക് വാഗ്ദാനമൊന്നും വിഷയമല്ല. പ്രശ്നം വരുമ്പോൾ ഞാൻ ഇതിന് മുമ്പ് എന്തോ ഇതെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ശാശ്വതമായൊരു പരിഹാരം കണ്ടെത്തുന്നതിന് വേണ്ടി ചേർപ്പ് മുതൽ അവിടെ മണലൂർ ബഡ് വരെ ഏനാമ ബഡ് വരെയുള്ള എല്ലാ പാഠശാലകളും പരിശോധിച്ച് ഈ മഴക്കാലം വരുമ്പോൾ ചീപ്പിട്ടിട്ട് അടച്ചു വയ്ക്കുന്നതും അവർ മീൻ പിടിക്കുന്ന ആവശ്യമായ നടപടി എടുത്ത് കളയണം. എരവക്കാട് ഓടൻചിറ റെഗുലേറ്ററിൽ കുടുങ്ങിയ പെൺമയിലിന് ഒരു കൂട്ടം ചെറുപ്പക്കാരുടെ ശ്രമം കൊണ്ട് പുതുജീവൻ. വനംവകുപ്പിന്റെ ലൈസൻസ് ഉള്ള റെസ്ക്യൂവർ ചാത്തക്കുടം സ്വദേശി അരുൺ കടവിലും സുഹൃത്തുക്കളും ചേർന്നാണ് മയിലിന്റെ ജീവൻ രക്ഷിച്ചത്. ശനിയാഴ്ച രാവിലെയാണ് സംഭവം. പറക്കാൻ പറ്റാത്ത വിധം ചണ്ടിയിൽ കുടുങ്ങിയ നിലയിലായിരുന്നു മയിൽ. അരുൺ റെഗുലേറ്ററിന്റെ താഴെ ഇറങ്ങി കയറുപയോഗിച്ച് ബന്ധിച്ച് സുഹൃത്തുക്കളുടെ സഹായത്തോടെ പുറത്തെത്തിച്ച ശേഷം വെറ്ററിനറി ആശുപത്രിയിൽ എത്തിച്ചു. മയിൽ അവശനിലയിലാണ്. ഡോക്ടറുടെ നേതൃത്വത്തിൽ രക്ഷപ്പെടുത്തുവാനുള്ള ശ്രമം നടത്തുന്നുണ്ട്. വനംവകുപ്പ് ഉദ്യോഗസ്ഥർ ഇവയെ കൊണ്ടുപോകും. ഇത് ഇവിടെ മുട്ടിക്കൽ ഡാമിൽ നിന്ന് കാലത്ത് കിട്ടിയതാണ്. ഫോറസ്റ്റിൻ്റെ ഭാഗത്തു നിന്ന് വിളിച്ച് പറഞ്ഞപ്പോൾ ഞാൻ ഇവിടെ റെസ്ക്യൂറാണ് ഫോറസ്റ്റിൻ്റെ. അപ്പോൾ അങ്ങനെ പോയി എടുത്താണ്. ആൾക്ക് ചെറിയൊരു പരിക്കുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇന്നലെ കാലത്ത് പെട്ട് കിടക്കുന്നതാണ് പറഞ്ഞത്. അപ്പോൾ അതിനെ ഒന്ന് രക്ഷപ്പെടുത്തണം. പിന്നെ ആശുപത്രിയിൽ എന്തെങ്കിലും ഒന്ന് കാണിച്ചു കൊടുക്കണം. എന്നിട്ട് വേറെ കുഴപ്പമൊന്നുമില്ല വൈകുന്നേരം പറത്തി വിടും, അല്ലെങ്കിൽ ഫോറസ്റ്റിന് കൈമാറുന്നതാണ് പറഞ്ഞിരിക്കുന്നത്. ഇവിടെ ഫോറസ്റ്റിൻ്റെ സ്നേക്ക് ക്യാച്ചറാണ് ഞാൻ. അപ്പോൾ അങ്ങനെയുള്ള രക്ഷാപ്രവർത്തനങ്ങൾക്ക് പോകുമ്പോൾ ഇങ്ങനെ എല്ലാം കിട്ടാറുണ്ട്. പിന്നെ പാമ്പിനൊക്കെ പിടിച്ച് ഇവിടെ തന്നെ രക്ഷപ്പെടുത്താറുണ്ട്. പിന്നെ ഫോറസ്റ്റിന് കൈമാറും ഇങ്ങനെ വലിയ പാമ്പുകളൊക്കെ. ചേർപ്പ് ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ ദുരിതാശ്വാസ ക്യാമ്പിൽ നാട്ടിക MLA CC മുകുന്ദൻ സന്ദർശിച്ച് ക്യാമ്പിലേക്ക് ആവശ്യമുള്ള അവശ്യ സാധനങ്ങൾ എത്തിച്ചു നൽകി. ഒരാഴ്ചയ്ക്കുള്ള അരി, പലചരക്ക് സാധനങ്ങൾ തുടങ്ങിയവയാണ് മണപ്പുറം ഫൗണ്ടേഷന്റെ സഹകരണത്തോടെ ക്യാമ്പുകളിൽ എത്തിച്ചത്. മണപ്പുറം ഫൗണ്ടേഷൻ CEO ജോർജ് ഡി ദാസ്, ചേർപ്പ് ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ EV ഉണ്ണികൃഷ്ണൻ, സുരേഷൻ V, ജോസ് ചക്കേരി, സുനിത ജിനു, അൽഫോൺസ പോൾസൺ, വനജ, വില്ലേജ് ഓഫീസർ ശ്രീവിദ്യ രാമചന്ദ്രൻ തുടങ്ങിയവർ പങ്കെടുത്തു. കരുവന്നൂർ പുഴയിലെ വെള്ളം നിയന്ത്രിക്കാൻ ഇല്ലിക്കൽ റെഗുലേറ്ററിലെ ഷട്ടറുകൾ അറ്റകുറ്റപ്പണികൾ നടത്താനും കമാൻഡമുഖം സ്ലൂയിസ് നിർമ്മിക്കാനും പണം വകയിരുത്തിയിരുന്നതെന്ന് മുൻ മന്ത്രി VS സുനിൽകുമാർ പറഞ്ഞു. തകർന്ന കമാൻഡമുഖം സന്ദർശിച്ച ശേഷം ചേർപ്പ് പഞ്ചായത്ത് പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള ജനപ്രതിനിധികളും നാട്ടുകാരുമായും സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പ്രളയത്തെ തുടർന്ന് 1,18 ലക്ഷം രൂപ ഇല്ലിക്കൽ ഭാഗത്തെ പുനരുദ്ധാരണ പണികൾക്ക് അനുവദിച്ചിരുന്നു. അതിൽ 18 ലക്ഷം രൂപ ഷട്ടർ അറ്റകുറ്റപ്പണികൾക്കായിരുന്നു മന്ത്രി പറഞ്ഞു. തുടർ നടപടികൾ ഉണ്ടായില്ല. നിലവിലെ പ്രതിസന്ധി പരിഹരിക്കാൻ അടിയന്തര നടപടികൾ എടുക്കാൻ ബന്ധപ്പെട്ടവരെ അറിയിക്കുമെന്നും സുനിൽകുമാർ പറഞ്ഞു. കമാൻഡോ മുഖത്ത് വെള്ളം ഇപ്പോഴും വന്നുകൊണ്ടിരിക്കുന്നതുകൊണ്ട് മഴ കുറഞ്ഞിട്ടും ഇവർ താമസിക്കുന്ന സ്ഥലത്ത് വെള്ളക്കെട്ട് മാറിയിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് കമാൻഡോ മുഖം അടിയന്തരമായി കെട്ടി അടയ്ക്കുക എന്നുള്ളതാണ് ഈ വെള്ളക്കെട്ട് താൽക്കാലികമായി പരിഹരിക്കാൻ ഉള്ള ഏക മാർഗം. അപ്പോൾ അതിന് വേണ്ട നടപടി അടിയന്തരമായി സ്വീകരിക്കണം എന്നുള്ളത് പഞ്ചായത്ത് പ്രസിഡന്റ് അടക്കമുള്ള ആളുകൾ ഇന്നലെ കലക്ടറെ കണ്ട് ആവശ്യപ്പെടുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ അടിയന്തര നടപടി ഉണ്ടാവും എന്നുള്ളത് പഞ്ചായത്ത് പ്രസിഡന്റുമാർക്ക് കലക്ടർ ഉറപ്പ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൽ പ്രതീക്ഷയിലാണ് ജനങ്ങളിരിക്കുന്നത്. എത്രയും പെട്ടെന്ന് കമാൻഡോ മുഖം അടച്ച് ഇതിന് പരിഹാരം ഉണ്ടാവും എന്നുള്ള പ്രതീക്ഷയിലാണ് എല്ലാവരും ഇരിക്കുന്നത്. ചേർപ്പ് മേഖലയിലെ ദുരിതാശ്വാസ ക്യാമ്പുകൾ മുൻ മന്ത്രി സന്ദർശിച്ചു. ചേർപ്പ് തൃപ്രയാർ റോഡ് മുത്തുള്ളിയാലിൽ റോഡിലേക്ക് മരം വീണ് ഗതാഗതം തടസ്സപ്പെട്ടു. ശനിയാഴ്ച ഉച്ചയ്ക്ക് 12 മണിയോടെയാണ് റോഡിലേക്ക് വലിയ മരം വീണത്.
ചേർപ്പ് തൃപ്രയാർ റോഡിൽ മുത്തുള്ളിയാലിൽ റോഡിലേക്ക് മരം വീണ ഗതാഗതം തടസ്സപ്പെട്ടു. ഇന്ന് ഉച്ചയ്ക്ക് 12 മണിയോടെയാണ് റോഡിലേക്ക് വൻമരം വീണത്. തുടർന്ന് ഏറെ നേരം ഗതാഗതം തടസ്സപ്പെട്ടു. സ്വകാര്യ ഭൂമിയിൽ നിന്നിരുന്ന വൻമരമാണ് റോഡിലേക്ക് ഒടിഞ്ഞു വീണത്. ഇതേ തുടർന്ന് നിരവധി വൈദ്യുത ലൈനുകൾ തകർന്നതിനാൽ പ്രദേശത്ത് വൈദ്യുത ബന്ധം നിലച്ചു. അധികൃതർ എത്തി മരം മുറിച്ചു മാറ്റുന്നതിനുള്ള നടപടികൾ ആരംഭിച്ചു. വയനാടിനായി കൈകോർത്ത് പാറളം ഗ്രാമപഞ്ചായത്തും. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് 3 ലക്ഷം രൂപ പഞ്ചായത്ത് നൽകും. പഞ്ചായത്ത് ഭരണസമിതിയുടെ ഐക്യകണ്ഠേന തീരുമാനമാണിത്. നമ്മുടെ സംസ്ഥാനത്ത് വയനാട്ടിൽ ഉണ്ടായിട്ടുള്ള പ്രകൃതി ദുരന്തത്തിൽ ഒരുപാട് ജീവനുകളും അതുപോലെ തന്നെ നാശനഷ്ടങ്ങളും ഉണ്ടായിട്ടുണ്ട്. വയനാടിനെ ചേർത്ത് പിടിക്കാൻ പാറളം ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി ഐക്യകണ്ഠേന 3 ലക്ഷം രൂപ നൽകാൻ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് നൽകാൻ തീരുമാനിച്ചിരിക്കുകയാണ്. ചേർപ്പ് കടാമ്പുഴ മഹാവിഷ്ണു ക്ഷേത്രത്തിൽ നടന്ന ബലിതർപ്പണത്തിൽ നിരവധി ഭക്തർ പങ്കെടുത്തു. ഇടപ്പള്ളി ഇല്ലം EN പ്രശോഭ് ഇളയത് മുഖ്യ കാർമ്മികത്വം വഹിച്ചു. KG മോഹനൻ, A ഉണ്ണികൃഷ്ണൻ, PK വേണു, സുനിൽ എന്നിവർ നേതൃത്വം നൽകി. വെള്ളവും കൂട്ടിയെടുത്ത് ഗ്ലാസ്സിലേക്ക് ഇട്ട് അത് ഗ്ലാസ്സിലേക്ക് ഇട്ടുള്ളൂ. എല്ലാവരും പൂവ് 3 നീര്. കോടന്നൂർ പനംകുറ്റി ക്ഷേത്രത്തിൽ നടന്ന കർക്കിടക വാവു ബലിതർപ്പണത്തിന് നിരവധി പേർ എത്തി. രാവിലെ 5:30 ആരംഭിച്ച ബലിതർപ്പണത്തിന് ക്ഷേത്ര ക്ഷേമസമിതി രക്ഷാധികാരി പാടൂർ അപ്പുക്കുട്ടൻ, സമിതി പ്രസിഡന്റ് നന്ദകുമാർ കോങ്ങാട്ടിൽ, വൈസ് പ്രസിഡന്റ് വേണുഗോപാൽ വടക്കേര്, സെക്രട്ടറി പുള്ളിൽ മുരളി, മെമ്പർമാരായ പ്രസാദ് പെരുമ്പിള്ളിൽ, രാജേഷ് പാറാട്ടിൽ, ബാലൻ വടക്കേര്, വിനോദ് ശങ്കരൻകുട്ടി, രാഘവൻ വടക്കേര്, സുഭദ്രൻ എന്നിവർ നേതൃത്വം നൽകി. നാരായണൻ കണിയത്ത് മുഖ്യ കാർമ്മികനായിരുന്നു. വെങ്ങിണിശ്ശേരി ഐക്കുന്ന് ആറാട്ടുകടവിൽ കർക്കിടക വാവു ബലിയും പിതൃതർപ്പണവും നടന്നു. രാവിലെ 5 മണിക്ക് തുടങ്ങിയ ബലിതർപ്പണം 8 മണിവരെ തുറന്നു. നിരവധി പേരാണ് ബലിതർപ്പണത്തിനായി എത്തിച്ചേർന്നത്. കമാൻഡ് മുഖം തകർന്ന് ഒഴുക്ക് ശക്തമായതോടെ കനാൽ ബണ്ട് റോഡിലുള്ള മരങ്ങൾ കടപുഴകി വീണു. സ്ലൂയിസിന് തൊട്ടുമുന്നിലുള്ള കനാൽ വശത്തെ 3 തെങ്ങുകളാണ് കടപുഴകി വെള്ളത്തിലേക്ക് വീണത്. സമീപത്ത് നിൽക്കുന്ന കൂറ്റൻ മരം വീഴാനുള്ള സാധ്യതയെ തുടർന്ന് മരത്തിന്റെ കൊമ്പുകൾ മുറിച്ചു മാറ്റി. മരം കടപുഴകിയാൽ ബണ്ട് റോഡ് തകരുമെന്ന ആശങ്ക നാട്ടുകാർ അറിയിച്ചിരുന്നു. ഇതേ തുടർന്നാണ് മരക്കൊമ്പുകൾ മുറിച്ചു മാറ്റിയത്. കുറുമ്പിലാവ് GLPSൽ ക്രമീകരിച്ചിരിക്കുന്ന ദുരിതാശ്വാസ ക്യാമ്പ് CC മുകുന്ദൻ MLA സന്ദർശിച്ചു. ഒരാഴ്ചയ്ക്കുള്ള അരി, പച്ചക്കറി, പലചരക്ക് സാധനങ്ങൾ മണപ്പുറം ഫൗണ്ടേഷനിൽ നിന്നും സ്പോൺസർ ചെയ്തു. ഇവ ക്യാമ്പിലെത്തിക്കുമെന്ന് മണപ്പുറം അധികൃതർ പറഞ്ഞു. ചാടൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KS മോഹൻദാസ്, മണപ്പുറം റിധി ജ്വല്ലറി MD സുഷമ നന്ദകുമാർ, ഫൗണ്ടേഷൻ CEO ജോർജ് D ദാസ്, മണപ്പുറം ഫിനാൻസ് PRO അഷറഫ്, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം PS നജീബ്, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ PS ജോഷി, രമ്യ മടക്കാവിൽ തുടങ്ങിയവർ പങ്കെടുത്തു. മലപ്പുറം കാളിക്കാവിൽ നിന്ന് മോഷ്ടിച്ച കാറുമായി കടന്ന യുവാവിനെ പുതുക്കാട് പോലീസ് സാഹസികമായി പിടികൂടി. ആലപ്പുഴ അരൂക്കുറ്റി സ്വദേശി പെരിങ്ങാട്ട് വീട്ടിൽ 28 വയസ്സുള്ള ഫൈസലാണ് പുതുക്കാട് പോലീസിന്റെ പിടിയിലായത്. വെള്ളിയാഴ്ച വൈകിട്ടായിരുന്നു സംഭവം. മലപ്പുറത്തു നിന്ന് കാർ മോഷ്ടിച്ചു കടന്ന യുവാവിനെ കുറിച്ച് പോലീസിന് വിവരം ലഭിച്ചിരുന്നു. ഇതേ തുടർന്ന് പാലിയേക്കര ടോൾ പ്ലാസയിൽ വെച്ച് പരിശോധന നടത്തുന്നതിനിടെ പോലീസിനെ വെട്ടിച്ച് കടന്ന കാറിനെ പോലീസ് പിന്തുടരുകയായിരുന്നു. പുതുക്കാട് പോലീസ് സ്റ്റേഷന് മുന്നിൽ U-ടേണിൽ വെച്ച് പോലീസ് കാർ തടഞ്ഞെങ്കിലും യുവാവ് പുറത്തിറങ്ങി ഓടുകയായിരുന്നു. പിന്നാലെ ഓടിയ പോലീസ് പ്രതിയെ പിടികൂടി. പിന്നീട് കാളിക്കാവ് പോലീസിന് പ്രതിയെ കൈമാറി. നിരവധി മോഷണ കേസുകളിലെ പ്രതിയാണ് ഇയാളെന്ന് പോലീസ് പറഞ്ഞു. പുതുക്കാട് SHO V സജീഷ് കുമാറിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് പ്രതിയെ പിടികൂടിയത്. തൃശൂർ പുത്തൂർ പുഴയിൽ ഒഴുക്കിൽപ്പെട്ട് കാണാതായ യുവാവിന്റെ മൃതദേഹം കണ്ടെത്തി. NDRFും ഫയർഫോഴ്സും സംയുക്തമായി നടത്തിയ തിരച്ചിലിൽ 4 ദിവസത്തിന് ശേഷമാണ് മൃതദേഹം കണ്ടെത്തിയത്. പുത്തൂർ കൈനൂർ സ്വദേശി കാരാട്ടുപറമ്പിൽ തിലകന്റെ മകൻ 24 വയസ്സുള്ള അഖിലാണ് മരിച്ചത്.
പുത്തൂർപ്പുഴയിലെ കോലോത്ത് കടവിൽ മരച്ചില്ലയിൽ തടഞ്ഞു നിൽക്കുന്ന നിലയിലാണ് മൃതദേഹം കണ്ടെത്തിയത്. കഴിഞ്ഞ 30-നാണ് അഖിൽ കൈനൂരിലെ വീട്ടിലേക്ക് നടന്നു പോകുന്നതിനിടെ കൈനൂർ റോഡിൽ വെള്ളക്കെട്ടിൽ ഒഴുക്കിൽപ്പെട്ടത്. തൃശൂരിലെ ബൈക്ക് ഷോറൂം ജീവനക്കാരനായ യുവാവ് വീടിന് സമീപം വെള്ളം കയറിയതറിഞ്ഞ് വീട്ടിലേക്ക് പോകും വഴിയാണ് അപകടത്തിൽപ്പെട്ടത്. പുത്തൂർ കൈനൂർ റോഡിലൂടെ പോകുമ്പോൾ ശക്തമായ കുത്തൊഴുക്കിൽപ്പെടുകയായിരുന്നു. നാട്ടുകാർ വിവരം അറിയിച്ചതോടെ അഗ്നിരക്ഷാസേന സ്ഥലത്തെത്തിയെങ്കിലും വെള്ളത്തിലെ ശക്തമായ കുത്തൊഴുക്ക് പ്രതിസന്ധിയായി. ഏറെ നേരം തിരച്ചിൽ നടത്തിയെങ്കിലും അഖിലിനെ കണ്ടെത്താൻ കഴിഞ്ഞില്ല. തുടർച്ചയായ 4 ദിവസം പ്രദേശത്ത് തിരച്ചിൽ നടത്തിയിട്ടും കണ്ടെത്താനായില്ല. തുടർന്ന് NDRFും ഫയർഫോഴ്സ് സ്കൂബ സംഘവും ശനിയാഴ്ച രാവിലെ മുതൽ നടത്തിയ തിരച്ചിലിലാണ് മൃതദേഹം കണ്ടെത്തിയത്. തൃശൂർ മണ്ണുത്തിയിൽ പോലീസിന്റെ വൻ ലഹരിവേട്ട. ഒരു ലോഡ് ലഹരി ഉൽപ്പന്നങ്ങൾ പിടികൂടി. കാസർഗോഡ് നിന്നും ലോറിയിൽ കൊണ്ടുവന്നിരുന്ന ലഹരി ഉൽപ്പന്നങ്ങളാണ് പിടികൂടിയത്. സംഭവത്തിൽ കാസർഗോഡ് സ്വദേശികളായ 3 പേരെ മണ്ണുത്തി പോലീസ് കസ്റ്റഡിയിലെടുത്തു. ദേശീയപാതയിൽ മണ്ണുത്തിയിൽ വെച്ചാണ് കാസർഗോഡ് രജിസ്ട്രേഷനുള്ള ലോറി പിടികൂടിയത്. തൃശൂർ സിറ്റി ഡാൻസ് ഓഫ് സംഘവും മണ്ണുത്തി പോലീസിന്റെയും സംയുക്തമായി നടത്തിയ വാഹന പരിശോധനയ്ക്കിടെയാണ് ലഹരി ഉൽപ്പന്നങ്ങൾ പിടികൂടിയത്. 5000-ലധികം പാക്കറ്റ് ഹാൻസ്, വിവിധ പേരുകളിലുള്ള പുകയില ഉൽപ്പന്നങ്ങൾ, ഗുഡ്കകൾ എന്നിവ പിടികൂടുകയിൽപ്പെടും. ലഹരി ഉൽപ്പന്നങ്ങൾ നിറച്ച 10-ലധികം വലിയ ചാക്കുകൾ ലോറിയിലാക്കി പുറമേ നിന്നും കാണാത്ത രീതിയിൽ ടർപ്പായ കൊണ്ട് മൂടിയാണ് ലഹരി ഉൽപ്പന്നങ്ങൾ കടത്തിയിരുന്നത്. കർണാടകയിൽ നിന്നും വലിയ അളവിൽ വാങ്ങിയ ലഹരി ഉൽപ്പന്നങ്ങൾ ലോറിയിൽ വിവിധ ജില്ലകളിലെ ഹോൾസെയിൽ ഡീലർമാർക്ക് വിതരണം ചെയ്തു വരികയായിരുന്നു. പാലക്കാട് ജില്ലയിൽ വിതരണം ചെയ്ത ശേഷം തൃശൂരിലേക്ക് വരുന്നതിനിടെയാണ് പോലീസിന്റെ പിടിയിലായത്. കസ്റ്റഡിയിലായ 3 പേരെ മണ്ണുത്തി പോലീസ് ചോദ്യം ചെയ്തു വരികയാണ്. കർണാടകയിൽ എവിടെ നിന്നാണ് ലഹരി ഉൽപ്പന്നങ്ങൾ വാങ്ങിയെന്നും കേരളത്തിൽ ആർക്കെല്ലാമാണ് വിതരണം ചെയ്തതെന്ന ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പോലീസ് അന്വേഷണം ആരംഭിച്ചു. ചേർപ്പ് പൂത്തറയ്ക്കൽ ചേലൂക്കാരൻ കുട്ടപ്പൻ മകൻ ബാലകൃഷ്ണൻ 68 വയസ്സ് നിര്യാതനായി. സംസ്കാരം നടന്നു. ഭാര്യ രാധ, മക്കൾ അഭിലഷിത, അഭിരാമി. ഇനി ഇന്നത്തെ സ്വർണ്ണവില. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് തെക്കിനിയത്ത് ജ്വല്ലേഴ്സ്, ആര്യരത്ന ആർക്കേഡ് ജംഗ്ഷൻ, തൈക്കാട്ടുശ്ശേരി. സ്വർണം ഗ്രാമിന് 6470 രൂപ, പവന് 51,760 രൂപ. പ്രധാന വാർത്തകൾ വീണ്ടും. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ലക്ഷ്മി ഗോൾഡ്, ഉങ്ങിച്ചോട്, ചെറുശ്ശേരി. ഫോൺ 9539080053. പിതൃപുണ്യം തേടി ഉറ്റവർ. കർക്കിടക വാവു ബലിക്കായി ക്ഷേത്രങ്ങളിൽ വിപുലമായ ഒരുക്കങ്ങൾ. കമാൻഡോ മുഖം തകർന്ന സ്ഥലത്ത് നാട്ടിക MLA CC മുകുന്ദനും തൃശൂർ ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യനും സംഘവും സന്ദർശിച്ചു. എറവക്കാട് ഓടൻചിറ റെഗുലേറ്ററിൽ കുടുങ്ങിയ പെൺമയിലിന് ഒരു കൂട്ടം ചെറുപ്പക്കാരുടെ ശ്രമം കൊണ്ട് പുതുജീവൻ. ചേർപ്പ് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ ദുരിതാശ്വാസ ക്യാമ്പിൽ നാട്ടിക MLA CC മുകുന്ദൻ സന്ദർശിച്ച് ക്യാമ്പിലേക്ക് ആവശ്യമുള്ള സാധനങ്ങൾ എത്തിച്ചു നൽകി. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.